അറസ്റ്റ് തടയുന്നതുമായി ബന്ധപ്പെട്ട ഉപഹർജിയിൽ മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ കോടതി ഇന്ന് വിധി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒറ്റ വിധിയായി ഇത് പറയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും നടപടി ശക്തമാക്കുകയാണ് അന്വേഷണ സംഘം. അതിജീവിതയ്ക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അവിടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട FIR കൂടി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഒറ്റ വിധിയായി ഇത് വരും എന്ന് കേൾക്കുന്നു. കോടതിയിൽ ഈ നിമിഷങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അത് നോട്ടീസ് അയച്ചുകൊണ്ട് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിൽ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 10 മിനിറ്റിൽ ആന്റിസിപ്പേറ്ററിലും നോട്ട് ടു അറസ്റ്റിലും ഒരൊറ്റ വിധിയായി കോടതി വിധി പറയും. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറയും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ 1 മണിക്കൂറുള്ളത് 12 മണിക്ക് കോടതി പിരിയുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ നോട്ട് ടു അറസ്റ്റിൽ വിധി പറയും, അറസ്റ്റ് തടയുന്നതിൽ വിധി പറയും എന്നുള്ളതായിരുന്നു കോടതി എടുത്ത തീരുമാനം. എന്നാൽ ഫർദർ മെറ്റീരിയൽസ്, അതായത് ബാക്കിയുള്ള പ്രോസിക്യൂഷൻ സമർപ്പിച്ച മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒറ്റ വിധിയായി ഇത് പറയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോടതി എത്തിച്ചേർന്നിരിക്കുന്നതാണ് അഭിഭാഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സമയം 1:43 ആയിരിക്കുന്നു. ഒരുപക്ഷേ 2 മണിക്കുള്ളിൽ ഇക്കാര്യത്തിൽ വിധി പറഞ്ഞേക്കാം. അതിനിടയിൽ മറ്റൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നത്, ഇന്ന് രാവിലെ നമ്മൾ FIR അടക്കം പുറത്തേക്ക് വിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC പ്രസിഡന്റിന് നൽകിയ പുതിയ പരാതി പിന്നീട് സംസ്ഥാന പോലീസ് മേധാവി വഴി SIT-ലേക്ക് എത്തുകയും ക്രൈംബ്രാഞ്ച് FIR എടുത്ത് SIT അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം SIT സംഘം കടന്നിരിക്കുന്നു. ഈ അതിജീവിതയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിജീവിത പരാതി അയച്ചിട്ടുള്ള മെയിലിലേക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. മൊഴി നൽകാൻ കഴിയുന്ന സമയവും സ്ഥലവും അറിയിക്കണമെന്നാണ് ഈ നോട്ടീസിലെ ആവശ്യം. മറുപടി ലഭിച്ചാൽ ഉടൻ തന്നെ മൊഴിയെടുക്കും. ഇത് ഈ കേസിന്റെ അന്വേഷണം, ഈ കേസൊക്കെ ആന്റിസിപ്പേറ്ററി ബെയിലിൽ, രാഹുൽ മാങ്കൂട്ടത്തലിന് ആന്റിസിപ്പേറ്ററി ബെയിലിൽ സുപ്രധാനമായി മാറുന്നുണ്ട്. കാരണം രാഹുൽ സമാന സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇന്ന് പ്രോസിക്യൂഷൻ FIR സഹിതം കോടതിയിൽ ഈ വാദം നടക്കുന്ന സമയത്ത്, ആന്റിസിപ്പേറ്ററി ബെയിലിൽ വാദം നടക്കുന്ന സമയത്ത് കോടതിയിൽ അറിയിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ഈ അതിജീവിതയെ സമീപിക്കാൻ നീക്കം നടത്തിയെന്നുള്ള വിവരം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സമാന സ്വഭാവത്തിലുള്ള വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു കേസ് കൂടി ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കോടതിയിൽ അവതരിപ്പിച്ചിരുന്നു. അക്കാര്യവും ഒരു പുതിയ വിവരമായി വരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തുള്ളിൽ നമുക്ക് വിധി പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തലിന് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയാൻ പോകുന്നത്. നേരത്തെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിരുന്നു. പ്രധാനമായും പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ, കൂടുതൽ വിവരങ്ങളടക്കം ഇന്ന് കോടതിയിൽ ഹാജരാക്കി. പ്രതിഭാഗമാകട്ടെ നോട്ട് ടു അറസ്റ്റിൽ ഇന്ന് വാദിച്ചു. ഈ പ്രതി അന്വേഷണവുമായി സഹകരിക്കും. മാത്രമല്ല പ്രതിയുടെ പ്രിവിലേജ്, ഈ കേസിന്റെ സംശയാസ്പദമായ സാഹചര്യങ്ങൾ, ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്നുള്ള സാധ്യത, ഗർഭചിത്രത്തിന് കുട്ടി തന്നെ തീരുമാനമെടുത്തു എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ന രീതിയിലാണ് പ്രതിഭാഗം ചില വിവരങ്ങൾ കോടതിയിൽ നിരത്തിയത്, വാദിച്ചത്. അതടക്കമുള്ള കാര്യങ്ങൾ കോടതി വിശദമായി കേട്ടു. ഇന്നലെ ഏതാണ്ട് 1.25 മണിക്കൂർ, ഇന്ന് ഏതാണ്ട് 35 മിനിറ്റോളം ഈ മുൻകൂർ ജാമ്യത്തിന്മേൽ വാദങ്ങൾ നടന്നു. അതിനുശേഷമാണ് കോടതി ഇപ്പോൾ വിധി പറയാൻ പോകുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഉള്ള കേസാണ്. വാദത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രതിഭാഗം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് CPM BJP നെക്സസ് നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ് ഇതെന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ അത് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വാദമായി ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ പ്രോസിക്യൂഷൻ എതിർത്തത് ഈ പെൺകുട്ടി അതിജീവിതയുടെ മൊഴി ശക്തമാണ്, മാത്രമല്ല മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടുകൂടിയല്ല അതിജീവിത കേസുമായി മുന്നോട്ട് വന്നത്. ഈ പ്രതി നടത്തുന്ന ചില കാര്യങ്ങൾ സഹിക്കാൻ കഴിയാതെ പെൺകുട്ടി അതിജീവിത പരാതിയുമായി രംഗത്തെത്തിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഡിലേഡ് FIR എന്നുള്ള വാദം ഈ സമയത്ത് അംഗീകരിക്കരുത്. കാരണം ഈ കേസിന്റെ തീവ്രത, ഇതിന്റെ ഇന്റൻസിറ്റി അത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷനും തിരിച്ചടിച്ചു. അങ്ങനെ ഒരു പക്ഷേ ഈ സെഷൻസ് കോടതിയിൽ എത്തുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇത്രത്തോളം വിശാലമായി, ഇത്രത്തോളം ആഴത്തിൽ ഈ ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പറയാൻ പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.